ഇന്നലെ മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അത് ഈ അമ്മ സംഘടന താരസംഘടനയിലുണ്ടായ ഒരു പിളർപ്പ് എന്ന് തന്നെ പറയാം. കാരണം അത് ട്രേഡ് യൂണിയൻ സ്വഭാവത്തോടുകൂടി ആ സംഘടന രൂപീകരിക്കാൻ താരങ്ങൾ ഫെഫ്കെ സമീപിച്ചു എന്ന വെളിപ്പെടുത്തലാണ്. അതിൽ തുടർ നീക്കങ്ങൾ ഇന്നുണ്ടാകാൻ സാധ്യതയുണ്ട്. നടീനടന്മാർ അടക്കം 20ഓളം പേരാണ് ഫെഫ്കെയെ സമീപിച്ചത്. സംഘടനാ തലപ്പത്തുള്ളവരുടെ കൂട്ടരാജിയിൽ അമ്മ ഭാരവാഹിത്വത്തിലുള്ളവർ തന്നെ അഭിപ്രായ വ്യത്യാസം പ്രകടിപ്പിക്കുമ്പോഴാണ് ഈ പുതിയ ചർച്ചകൾ നടക്കുന്നത്. എന്നാൽ അമ്മയിൽ ട്രേഡ് യൂണിയൻ സാധ്യമാകാത്ത സ്വപ്നം എന്നാണ് താൽക്കാലിക എക്സിക്യൂട്ടീവ് അംഗം ജോയ് മാത്യുവിന്റെ പ്രതികരണം. ഡാനി ഇപ്പോൾ വിവരങ്ങൾ നൽകും കൊച്ചിയിൽ നിന്ന്. ഡാനി, ഗുഡ് മോർണിംഗ്. ഈ അമ്മ സംഘടനയിൽ ഉണ്ടായ കാര്യങ്ങൾ അത് ഇന്നലെ ആദ്യം അത് പിളർപ്പാണോ അതല്ല ഈ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് അഫിലിയേറ്റ് ചെയ്യാനുള്ളൊരു താല്പര്യമാണ് എന്നൊക്കെയായിരുന്നു ആദ്യം. പക്ഷെ അങ്ങനെയല്ല എന്ന് തോന്നുന്നു. കൃത്യമായും അതൊരു പിളർപ്പിന്റെ ഒരു ബദൽ സംഘടന എന്നുള്ള മട്ടിൽ തന്നെയാണ് പോകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് ആരൊക്കെയാണ് ഇതിന് നേതൃത്വം നൽകുന്നതെന്നോ ആരൊക്കെയാണ് ഫെഫ്കെ സമീപിച്ചതെന്നോ എന്നതിൽ ഒരു വ്യക്തതയുമില്ല. അപ്പോഴും എക്സിക്യൂട്ടീവ് ഉറച്ചു പറയുന്നു ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു നീക്കമില്ല. മാത്രമല്ല ജോയ് മാത്യു പറയുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം ഈ വേതനം അതിൽ ഏതാണ്ട് തുല്യതയുണ്ടെങ്കിൽ മാത്രമേ ഈ ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് നമുക്ക് രജിസ്റ്റർ ചെയ്യാൻ കഴിയൂ. ഇപ്പോൾ അദ്ദേഹം ഇന്നലെ നമ്മൾ സംസാരിച്ച് പറഞ്ഞത് മമ്മൂട്ടിക്ക് മോഹൻലാലും കിട്ടുന്ന ശമ്പളമല്ല അദ്ദേഹത്തിന് കിട്ടുക. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എങ്ങനെയാണ് സാധ്യമാകുക എന്നുള്ള ചോദ്യമൊക്കെ ഉണ്ട്. എന്താണ് ഇന്ന് തുടർ നീക്കങ്ങൾ ഉണ്ടാകാൻ സാധ്യത ഡാനി? ഗുഡ് മോർണിംഗ്. ഈ അമ്മയെ സംബന്ധിച്ചിടത്തോളം വന്നു നിൽക്കുന്ന ഒരു പ്രതിസന്ധി എന്ന് പറയുന്നത് ഇതൊരു പ്രതികരണം ആരുടേത് എന്നത് സംബന്ധിച്ച് നമുക്ക് ആരെയും വിളിക്കാൻ കഴിയാത്ത അവസ്ഥയാണ്. കാരണം ആരും തന്നെ ഇതിൻ്റെ ഒരു ഔദ്യോഗികമായിട്ട് ഭാരവാഹികളല്ല, പ്രതികരിക്കുന്നവരല്ല എന്നെല്ലാം പറഞ്ഞവർ ഒഴിഞ്ഞു മാറുകയാണ്. മാത്രവുമല്ല ഇത് തങ്ങളല്ല ചർച്ച നടത്തിയത് എന്ന രീതിയിൽ ഓരോരുത്തരും മാറി നിൽക്കുന്നു. ആരാണ് ചർച്ച നടത്തിയതെന്ന് പറയാനായിട്ട് ഇത് വെളിപ്പെടുത്തിയ സംവിധായകൻ ഫെഫ്കയുടെ ജനറൽ സെക്രട്ടറിയുമായ ബി ഉണ്ണികൃഷ്ണനും തയ്യാറല്ല. അറിയാവുന്നത് 17 നടന്മാരും 3 നടിമാരും ഉൾപ്പെടുന്ന ഒരു സംഘമാണ് തന്നോട് ചർച്ച നടത്താൻ വന്നതെന്ന ബി ഉണ്ണികൃഷ്ണന്റെ പറച്ചിൽ മാത്രമാണ് ഉള്ളത്. ഇതിൽ ആരൊക്കെയാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയിലേക്ക് പോയിട്ടില്ല. അവർ ആവശ്യപ്പെട്ടത് അമ്മയ്ക്ക് ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് മാറാൻ കഴിയുമോ എന്ന ഒരു കാര്യവും അല്ല എങ്കിൽ മറ്റൊരു സംഘടന അത് എത്രമാത്രം പ്രായോഗികമായിട്ട് വരിക എന്നതാണ്. ഇവർക്ക് ഈ വന്നവർക്ക് തന്നെയും കൃത്യമായി അമ്മയുടെ ഇപ്പോഴത്തെ ഒരു നിലപാടുകളോട് യോജിച്ചു പോകാൻ കഴിയാത്തവരെല്ലാം തന്നെയാണ്. കാരണം ഈ ഒരു പ്രതിസന്ധിയെ അഭിമുഖീകരിക്കേണ്ടത് ഇങ്ങനെയൊരു ഒളിച്ചോട്ട ശൈലിയിലല്ല എന്ന് ഉറച്ചു വിശ്വസിക്കുന്നവരെല്ലാം തന്നെയാണ്. പക്ഷേ ഇതാരൊക്കെയൊന്ന് വെളിപ്പെടുത്താൻ തയ്യാറായിട്ടില്ല. കാരണം നമുക്കറിയാം ആ സിനിമാ മേഖലയിലെ ഒരു സമഗ്രാധിപത്യം എന്ന് പറയുന്നത് ഏതെല്ലാം സംഘടനകൾ ഉണ്ടായാലും അതിൻ്റെ ഒരു അപ്രമാദിത്വമുള്ളത് താരസംഘടനയായ അമ്മയ്ക്ക് അല്ലെങ്കിൽ അമ്മയിലെ അതിശക്തരായ അവരുടെ മുൻനിരക്കാരായ നടന്മാർക്കെല്ലാം തന്നെ നടന്മാർക്ക് തന്നെയാണ് ഉള്ളത്. അതുകൊണ്ട് ഇത് ആരെയും വെറുപ്പിച്ചുകൊണ്ട് ഒരാൾക്ക് ഇതിൽ തുറന്നു പോകാൻ കഴിയാത്ത ഒരവസ്ഥയുണ്ട്. അല്ലെങ്കിൽ ആരോട് വിദ്വേഷം പിടിച്ചുപറ്റി തുറന്നു പോകാൻ കഴിയില്ല എന്ന പല അനുഭവങ്ങൾ കൊണ്ട് പലരും അത് പറഞ്ഞതാണ്, തെളിയിക്കപ്പെട്ടതാണ്. അതുകൊണ്ട് തന്നെയും ഇത് ആരൊക്കെയാണ് ചർച്ച നടത്തിയതെന്ന് പറയാൻ ആരും തന്നെയും തയ്യാറായിട്ടില്ല. അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു പ്രതികരണം എന്ന രീതിയിലേക്ക് പല നടന്മാരെയും നമ്മൾ സംസാരിക്കുമ്പോൾ പോലും ആരും തന്നെ അത്തരം ഒരു പ്രതികരണത്തിലേക്ക് നിൽക്കുന്നില്ല എന്നതുമാണ്. പക്ഷേ ഇതിലൊരു കാര്യം, അമ്മ എന്ന സംഘടന ഒരു ചാരിറ്റബിൾ സംവിധാനം എന്ന രീതിയിൽ വന്നത് അതിനെ ഒരു ട്രേഡ് യൂണിയൻ സിസ്റ്റത്തിലേക്ക് മാറ്റുക എന്നത് അത്ര എളുപ്പമുള്ള ഒരു കാര്യമൊന്നുമല്ല. അത് പിന്നെ ഇന്നലെ ജോയ് മാത്യു പറഞ്ഞതിനോട് കൂട്ടിച്ചേർക്കുമ്പോൾ ഒരു ട്രേഡ് യൂണിയൻ സ്വഭാവത്തിലേക്ക് ഇതുപോലെ ഈ പ്രതിഫലം അതിലെ യാതൊരുവിധ താരതമ്യവും ആരും തമ്മിലില്ലാത്തൊരു സംഘടനയാണ് അമ്മ എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ആ ഒരു മേഖല അങ്ങനെ തന്നെയാണ്. അങ്ങനെ അതിനെ കാണാൻ കഴിയും. കാരണം ഒരു പ്രതിഫലം ഒരേപോലെ രീതിയിലേക്ക് ആക്കി കൊണ്ടുവരുന്ന രീതിയിലേക്കൊന്നും സിനിമാ ലോകത്ത് ആ രീതിയിൽ കൊണ്ടുവരാനൊന്നും കഴിയില്ല. നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, സുവ്യക്തമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങളിൽ എങ്ങനെയാണ് ഒരു ട്രേഡ് യൂണിയനിസം കൊണ്ടുവരുന്നത് എന്നതെല്ലാം തന്നെ ആഴത്തിലുള്ള ചർച്ചകളും കാര്യങ്ങളും എല്ലാം വേണ്ടതാണ്. അതുകൊണ്ട് തന്നെയാണ് ബി ഉണ്ണികൃഷ്ണൻ അവരെ ഒരു വിധത്തിൽ പറഞ്ഞാൽ അതൊന്ന് ഉപദേശിക്കുന്ന രീതിയിൽ തന്നെയാണ് അത്തരം കാര്യങ്ങളിൽ നിങ്ങൾ കൂടുതൽ ചർച്ച നടത്തി ഇങ്ങനെ ഒരു കാര്യങ്ങൾ രൂപീകരിക്കാൻ കഴിയുമോ എന്നതടക്കമുള്ള കാര്യങ്ങൾ രൂപീകരിക്കുക. എന്നിട്ടൊരു സംഘടന ആ രീതിയിൽ തന്നെ നിങ്ങൾ അങ്ങനെ സാധിക്കുന്നുണ്ടെങ്കിൽ അത് ആ രീതിയിലേക്ക് കൊണ്ടുവരും, എത്ര പേര് അതിലുണ്ടാകും എന്നത് സംബന്ധിച്ചൊരു പ്രാഥമികമായൊരു വിലയിരുത്തലും അന്വേഷണവും എല്ലാം തന്നെ നിങ്ങൾ തന്നെ നടത്തുക എന്നെല്ലാം തന്നെ അവർ പറഞ്ഞ് മനസ്സിലാക്കുകയും ചെയ്തു. എന്തായാലും അതിലൊരു തുടർ സ്പന്ദനങ്ങൾ പിന്നീട് അതിൽ ഉണ്ടായില്ല. പ്രതികരണങ്ങളൊക്കെ അത്തരം കാര്യങ്ങൾ അമ്മയുടെ ഭാഗത്തു നിന്ന് ഒരു ദിവസം കഴിയുമ്പോൾ പോലും അത്തരം കാര്യങ്ങൾ യാതൊരു രീതിയിലുള്ള ഒരു പ്രതികരണം ആരുടെ ഭാഗത്തു നിന്നും വരുന്നില്ല എന്നത് തന്നെയാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. അത് തന്നെയാണ് ആ മൗനം തന്നെയാണ് അവരുടെ പ്രതികരണം. അതിനപ്പുറത്തേക്ക്
കാര്യമായ ഒന്നൊരു പ്രതികരണം ഉണ്ടാകാനും ഒരു സാധ്യതയുമില്ല. എന്തായാലും ഇത്തരം ഒരു അന്വേഷണം ഉണ്ടായ സാഹചര്യം എന്ന് പറയുന്നത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഈ ഹേമ കമ്മിറ്റിയും പിന്നെ പരാതികളും എല്ലാം ഉയരുന്നതാണ്. അത് വലിയ രീതിയിൽ തന്നെ അംഗങ്ങളിൽ ഇപ്പോഴും അത് ഒരു കനല കെടാതെ കിടക്കുന്നു എന്നത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. ആ കനൽ അത് ഇപ്പോൾ ചെറിയ അനക്കങ്ങൾ സംഘടനയിൽ ഉണ്ടാകുന്നു എന്നുള്ളതാണ്. അത് എത്രത്തോളം അങ്ങേയറ്റം വരെ എത്തും എന്നുള്ളത് നമുക്ക് നോക്കിക്കാണണം. പക്ഷേ അമ്മയിൽ ചെറിയ ചലനങ്ങൾ ഉണ്ടാകുന്നു ഇപ്പോൾ എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. പുതിയ സംഘടന, അതിനെക്കുറിച്ചൊക്കെ ഇനിയും വിശദാംശങ്ങൾ വരേണ്ടതുണ്ട്. മുതിർന്ന അംഗങ്ങളുടെ പ്രതികരണങ്ങളടക്കം വരേണ്ടതുണ്ട്. ഡാനി പോളാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. ഇനിയും